സൗദി അറേബ്യ കൈകൊടുത്തു. പിന്നെ എന്തിനു മടിക്കണമെന്ന് ബഹ്റൈൻ. ഗൾഫിൽ മാറ്റുരച്ച ബന്ധങ്ങൾ എന്താണെന്നല്ലേ? ഗൾഫ് മേഖലയിൽ ഭിന്നതകൾ മാറ്റിവെച്ച് ഐക്യത്തിന്റെ പാത സ്വീകരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. ഒരു കാലത്ത് ഖത്തറുമായും ഇറാനുമായും ഉടക്കി നിന്നിരുന്ന സൗദി സഖ്യരാജ്യങ്ങൾ ഇന്ന് നല്ല സൗഹൃദത്തിലാണ്. GCCയിലെ 6 രാജ്യങ്ങളും പഴയതുപോലെ ബന്ധം ദൃഢമാക്കിയപ്പോൾ GCC റെയിൽവേ, ഏകീകൃത വിസ തുടങ്ങിയ പദ്ധതികൾക്ക് ജീവൻ വെച്ച അവസ്ഥയായിട്ടുണ്ട്. ഐക്യത്തോടെ നിന്നാൽ മാത്രമേ സമാധാനവും സുരക്ഷിതത്വവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുകയുള്ളൂ എന്നാണ് GCC രാജ്യങ്ങൾക്ക് ചൈന നൽകിയ ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തറുമായി പിണക്കം മതിയാക്കിയതും സൗദി അറേബ്യ ഇറാൻ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതും. എന്നാൽ ഇപ്പോൾ ബഹ്റൈൻ ചില പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. എന്താണ് എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇറാനുമായി വർഷങ്ങൾക്ക് മുൻപ് അകന്നതാണ് ബഹ്റൈൻ. ഇനിയും വിട്ടുനിൽക്കേണ്ട എന്നാണ് ബഹ്റൈന്റെ പുതിയ തീരുമാനം. ഇറാനുമായി ഐക്യത്തിന്റെ പാത സ്വീകരിക്കാനുള്ള താല്പര്യം റഷ്യ മുഖേന അറിയിച്ചു അത്രേ. ഇറാനിലെ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് മുഹമ്മദ് ജംഷീദിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ. 2016 ഇറാനുമായുള്ള ബന്ധം ബഹ്റൈൻ അവസാനിപ്പിച്ചത്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലുമായിരുന്നു ബഹ്റൈന്റെ ഈ നടപടി. സൗദിയിൽ ഷിയ പണ്ഡിതന്റെ വധശിക്ഷ നടപ്പിലാക്കിയതിനെതിരെ ഇറാനിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തിരുന്നത്. സമരക്കാർ ടെഹ്റാനിലെ സൗദി എംബസി ആക്രമിച്ചാണ് സൗദി ഉടക്കാനും കാരണമായത്. തൊട്ടുപിന്നാലെ ബഹ്റൈനും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. 2011 അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യ വിപ്ലവം ശക്തിപ്പെട്ടിരുന്നു. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിലാണ് ഇത് വിളിക്കപ്പെട്ടത്. ടുണീഷ്യയിലായിരുന്നു അതിന്റെ തുടക്കം. പിന്നീട് ഈജിപ്റ്റ്, ലിബിയ, സിറിയ, യമൻ, മൊറോക്കോ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും GCC രാജ്യങ്ങളിൽ അനുരണനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ബഹ്റൈനിൽ ഷിയാക്കൾ നടത്തിയ സമരത്തിന് പിന്നിൽ ഇറാനാണെന്ന് ബഹ്റൈൻ ഭരണകൂടം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഷിയാക്കളുടെ ഭീഷണി നിലനിൽക്കെയാണ് സൗദിയും ഇറാനും ഉടക്കിയതും. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ബഹ്റൈൻ ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതും. ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും കഴിഞ്ഞ വർഷം ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നതാണ്. എന്നാൽ ബഹ്റൈൻ ഇപ്പോഴാണ് മറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഇറാനുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ താല്പര്യമുണ്ടെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കഴിഞ്ഞ മാസം റഷ്യയിൽ വെച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞയാഴ്ച ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ്ങുമായി ബെയ്ജിംഗിൽ നടന്ന ചർച്ചയിലും ഹമദ് രാജാവും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അയൽ രാജ്യങ്ങളുമായും സൗഹൃദത്തിനാണ് ബഹ്റൈൻ താല്പര്യപ്പെടുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ വരുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ ബഹ്റൈൻ രാജാവ് ഇറാനെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള 2 GCC രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റൈൻ, മറ്റൊന്ന് UAE ആണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇസ്രയേലുമായി ഐക്യ കരാർ ബഹ്റൈൻ ഒപ്പുവെച്ചത്. പിന്നീട് സുരക്ഷാ കരാറും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാനുമായും ബന്ധം സ്ഥാപിക്കുകയാണ്. ഇറാനും ഇസ്രയേലും ആകട്ടെ കൊടിയ ശത്രുതയിലുമാണ്. യമനിലെ ഷിയ വിഭാഗമായ ഹൂതികൾക്കെതിരെ കടലിൽ ആക്രമണം നടത്തുന്ന അമേരിക്കൻ സഖ്യത്തിൽ ബഹ്റൈനും പങ്കാളിയുമാണ്.